ഫാസ്റ്റ് കെ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നോക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡാഷ് ഇൻസൈഡ് എ കണ്ടക്ടർ. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യം അല്ലേ? എന്താണ് ഒരു കണ്ടക്ടറിനകത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. ഇൻഫിനിറ്റ്, ഓപ്ഷൻ എ ഇൻഫിനിറ്റ്, ഓപ്ഷൻ ബി കോൺസ്റ്റന്റ്, ഓപ്ഷൻ സി 0 ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതായിരിക്കും? സംശയം കൂടാതെ നമുക്ക് പറയാം അല്ലേ, എന്താണ് ഒരു കണ്ടക്ടറിനകത്ത് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഗോസസ് ലോ വെച്ചിട്ടൊക്കെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലേ? സോ ആൻസർ ഇസ് ഓപ്ഷൻ സി 0. ഓപ്ഷൻ സി 0. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താണ് എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഓപ്ഷൻ എ വോൾട്ട് പെർ മീറ്റർ, ഓപ്ഷൻ ബി ന്യൂട്ടൺ പെർ കൂളം, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആൻഡ് ഓപ്ഷൻ ബി നൺ ഓഫ് ദീസ്. ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി ആയിരിക്കും അല്ലേ? ആണോ? അല്ല, ഒരിക്കലും അല്ല. ഓപ്ഷൻ ബി ശരിയായിട്ടുള്ള ഉത്തരവാണ്. പക്ഷേ ഓപ്ഷൻ എയും കൂടെ നമുക്കൊന്ന് നോക്കാം. ബോത്ത് എ ആൻഡ് ബിയിൽ നമുക്കൊരു സാധ്യതയുണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ഫോഴ്സ് exerted അല്ലെ പെർ യൂണിറ്റ് ചാർജ്, ഫോഴ്സ് എക്സ്പീരിയൻസ് പെർ യൂണിറ്റ് ചാർജ്, ഒരു യൂണിറ്റ് ചാർജിന് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രമാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ മെഷർമെന്റ് ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, അതുപോലെ ചാർജിന്റെ യൂണിറ്റ് കൂളം. അപ്പൊ ന്യൂട്ടൺ പെർ കൂളം എന്ന് നമുക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചായിരുന്നല്ലോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പഠിച്ചായിരുന്നല്ലോ. യെസ്, അപ്പോ നമുക്ക് അതിൽ നിന്ന് ഒരു യൂണിറ്റും കൂടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പഠിച്ചതാണ് വോൾട്ട് പെർ dr എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. സോ വോൾട്ട് പെർ മീറ്റർ. ശരിക്കും പറഞ്ഞാൽ ന്യൂട്ടൺ പെർ കൂളം ആൻഡ് വോൾട്ട് പെർ മീറ്റർ രണ്ടുപേരും ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ്. രണ്ടുപേരും ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ്. therefore നമുക്ക് ഓപ്ഷൻ ബി അല്ല, മറിച്ച് ഓപ്ഷൻ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, ഡബിളിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജ് പാർട്ടിക്കിൾസ് റിഡ്യൂസസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം ടു ഡാഷ്. രണ്ട് ചാർജ് പാർട്ടിക്കിൾസിന് ഇടയിലുള്ള ദൂരം നമ്മൾ ഇരട്ടിയാക്കിയാൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും വ്യത്യാസപ്പെടുക? അപ്പൊ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഇനിഷ്യലി രണ്ട് ചാർജ് ഉണ്ട്. ഓക്കെ, Q1 Q2 and they are separated by a distance r. അപ്പൊ അവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ചാർജ് സ്പീഷീസിന് ഇടയ്ക്ക് സംഭവിക്കുന്ന ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കും അല്ലെ? അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1/4πε0 Q1 Q2 by r². ഓക്കെ, ഇപ്പൊ പറഞ്ഞ കേസില് നമ്മളിവിടെ ഡിസ്റ്റൻസിനെ ഡബിൾ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് Q1 ഇപ്പോൾ ഇവിടെയും Q2 ഇവിടെയാണുള്ളത്. ഡിസ്റ്റൻസ് ഇസ് ഡബിൾഡ് 2r ആയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ ഫോഴ്സ് എന്ന് പറയുന്ന F' is equal to 1/4πε0 Q1 Q2 by നമ്മുടെ പുതിയ ഡിസ്റ്റൻസ് എന്താണ്? 2r the whole square എന്ന് വരും അല്ലേ? So it is equal to 1/4πε0 Q1 Q2 by 4r². ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 4നെ ഞാൻ പുറത്തെടുക്കുകയാണ്. 1/4 into 1/4πε0 Q1 Q2 by r². ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് 1/4πε0 Q1 Q2 by r²? ഫോഴ്സ് അല്ലേ? അപ്പൊ പുതിയ ഫോഴ്സ് F' എന്ന് പറയുന്നത് പഴയ ഫോഴ്സിന്റെ 1/4 ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? 1/4 ആയിട്ട് കിട്ടിയില്ലേ? സോ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1/4. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ദ സൈസ് ഓഫ് ദ ചാർജ് ബോഡീസ് ആർ വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം വി ട്രീറ്റ് ദം ആസ് ഡാഷ്. അതായത് ഈ ചാർജ്ഡ് ആയിട്ടുള്ള ബോഡീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അവരുടെ സൈസിനെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണെങ്കിൽ അത്തരം ചാർജുകളെ നമ്മൾ എന്ത് വിളിക്കും? സീറോ ചാർജ് എന്നാണോ, അല്ലെങ്കിൽ പോയിന്റ് ചാർജ് ആണോ, അല്ലെങ്കിൽ സിംഗിൾ ചാർജ് ആയിട്ടാണോ കൺസിഡർ ചെയ്യുക, അതല്ലെങ്കിൽ ചാർജ് അവിടെ ഇല്ല എന്നുള്ള രീതിയിലാണോ നമ്മൾ അവരെ കൺസിഡർ ചെയ്യുക? എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? പോയിന്റ് ചാർജ് ആണ്. എന്താണ്? പോയിന്റ് ചാർജ്. ഓപ്ഷൻ ബി പോയിന്റ് ചാർജ് ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത് ചാർജസ് തമ്മിലുള്ള സെപ്പറേഷൻ വെച്ച് നോക്കുമ്പോൾ അവരുടെ വലിപ്പം ചെറുതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പോയിന്റ് ചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പോയിന്റ് ചാർജ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മെറ്റൽ? മെറ്റൽസിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്താണ്? എന്താണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്? കെ അല്ലെങ്കിൽ എപ്സിലോൺ ആർ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? യെസ്, മെറ്റൽസിന്റെ കേസിൽ എപ്സിലോൺ ആർ എന്താണ്? -1 ആണോ, 0 ആണോ, 1 ആണോ, ഇൻഫിനിറ്റ് ആണോ? ആൻസർ ഡി, ഇൻഫിനിറ്റ്. ഓപ്ഷൻ ഡി ഇൻഫിനിറ്റ് എന്നാണ് കറക്റ്റ് ആൻസർ. പ്രത്യേകം ഓർത്തിരിക്കുക. എപ്സിലോൺ ആർ മെറ്റൽസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഫോർ മെറ്റൽസ് the value of dielectric constant is greater than 1 and it is almost infinity. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഡാഷ് gives the information on field strength, direction and nature of charge. ഒരു ചാർജിന്റെ എന്താണ് അതിന്റെ നേച്ചർ? അതായത് പോസിറ്റീവ് ആണോ, അത് നെഗറ്റീവ് ആണോ, അതിന് അട്രാക്റ്റീവ് ആണോ, അല്ലെങ്കിൽ റിപ്പൽസീവ് നേച്ചർ ആണോ ഉള്ളത്, അതല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് അത് പോകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഫീൽഡിന്റെ സ്ട്രെങ്ത്, ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ആരാണ്? ഇലക്ട്രിക് കറണ്ട് ആണോ, അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലക്സ് ആണോ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആണോ, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണോ? 4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒരു ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇതൊരു പോസിറ്റീവ് ചാർജ്, ഇതൊരു നെഗറ്റീവ് ചാർജ്, അവിടെയുള്ള ലൈൻസ് വെച്ചിട്ട് നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാം അല്ലേ? ഇപ്പൊ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തന്നിട്ടില്ല എന്ന് കരുതുക, ഒരു ചാർജ് മാത്രമേ ഉള്ളൂ, അവിടുത്തെ ലൈൻസ് ഇങ്ങോട്ടേക്കാണ് എങ്കിൽ നമുക്കറിയാം ഫീൽഡ് ലൈൻസ് എൻ്റർ ചെയ്യുവാണെങ്കിൽ അതൊരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും, അല്ലേ? അതുപോലെ ഇപ്പം ഫീൽഡ് ലൈൻസ് പുറത്തേക്കാണ് പോകുന്നതെങ്കിലോ അതൊരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ആരാണ്? യെസ്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് തരുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ്, ഓപ്ഷൻ സി ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വാട്ട് ഹാപ്പൻസ് വെൻ എ ഗ്ലാസ് റോഡ് ഈസ് ഡ്രബ്ഡ് വിത്ത് സിൽക്ക്? ഗ്ലാസ് റോഡ് സിൽക്കുമായി ഉരസുമ്പോൾ എന്താണ് സംഭവിക്കുക? ഞാനത് പറഞ്ഞാണ്. ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്ലാസ് റോഡിന് പോസിറ്റീവ് സൈൻ ഡെവലപ്പ് ആവും, സിൽക്കിന് മൈനസ് സൈനും ഡെവലപ്പ് ആവും എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, സിൽക്കിന് മൈനസ് സൈനും ഡെവലപ്പ് ആവും നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? ഗെയിൻസ് പ്രോട്ടോൺസ് ഫ്രം സിൽക്ക്, ഗെയിൻസ് ഇലക്ട്രോൺ ഫ്രം സിൽക്ക്, ഗീവ്സ് ഇലക്ട്രോൺസ് ടു സിൽക്ക്, ഗീവ്സ് പ്രോട്ടോൺസ് ടു സിൽക്ക്. പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ആയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു എന്നല്ലേ അർത്ഥം? ഇലക്ട്രോൺസിനെ സിൽക്കിന് കൊടുക്കുന്നു എന്നല്ലേ അർത്ഥം? നമുക്ക് ഈ തന്ന ഓപ്ഷനിൽ അതുണ്ടോ എന്ന് നോക്കുക. ഗെയിൻസ് ഇലക്ട്രോൺസ് തന്നിട്ടുണ്ട്, ഗീവ്സ് ഇലക്ട്രോൺസ് തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതിൽ ഏത് വരും? ഗീവ്സ് ഇലക്ട്രോൺസ്, അല്ലെ? ഗീവ്സ് ഇലക്ട്രോൺസ് ടു സിൽക്ക് എന്ന് വരും. അല്ലെങ്കിൽ എന്തും പറയാം, ഗെയിൻസ് പ്രോട്ടോൺസ് ടു ദ സിൽക്ക് ഫ്രം ദ സിൽക്ക് എന്നും പറയാം. പോസിറ്റീവ് ഇലക്ട്രോണിനെ കൊടുക്കുമ്പം പ്രോട്ടോണിനെ നേടുകയല്ലേ ചെയ്യുന്നത്, പ്രോട്ടോൺ. അപ്പോ അതില് 2 ഓപ്ഷനും ശരിയായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഗെയിൻസ് പ്രോട്ടോൺസ് ഫ്രം ദ സിൽക്കും നമുക്ക് ഒരു കറക്റ്റ് ആൻസർ ആണ്, ഗെയിൻസ് ഇലക്ട്രോൺസ് ടു ദ സിൽക്കും കറക്റ്റ് ആൻസർ ആണ്. ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അറ്റ് ദ സെയിം ടൈം അത് പോസിറ്റീവ് സൈനും അക്വയർ ചെയ്യുന്നുണ്ട്, പ്രോട്ടോൺസിനെ ആഡപ്പ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഓക്കെ, the position of charge inside, at the question, the position of charge inside a closed surface is changed in such a way that the total charge remains constant, then the total normal electric flux through the enclosing surface. Okay, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്, ആ ക്ലോസ്ഡ് സർഫസിൽ ഒരു ചാർജ് ഉണ്ട്, ഈ ചാർജിന്റെ പൊസിഷൻ ഇങ്ങനെ മാറ്റുന്നുണ്ട്. ഓക്കെ,
it is changed in such a way that the total charge remains constant. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ട്, പക്ഷെ അവിടുത്തെ ടോട്ടൽ ചാർജ് കോൺസ്റ്റന്റ് ആണ്. Then the total normal electric flux through the enclosing surface. അപ്പൊ ഫ്ലക്സിന് അവിടെ എന്ത് സംഭവിക്കും? ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യുമോ, ചേഞ്ചസ് എറാറ്റിക്കലി അല്ലെങ്കിൽ റിമെയിൻസ് അൺചേഞ്ച്ഡ്? ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് ഗോസസ് ലോ പറയുന്നത്? ഗോസസ് ലോ പറയുന്നത് ഒരു എന്താണ് Q1, Q2, Q3 എന്നൊക്കെ പറഞ്ഞ് കുറെ ചാർജ് ഉണ്ടെന്ന് കരുതുക. ഇതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q ആണെന്ന് കരുതുക. അപ്പൊ therefore ഇവരുടെ എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്കൊരു ടോട്ടൽ ചാർജ് Q ആണ് കിട്ടുന്നതെന്ന് നോക്കിയാ. ഇങ്ങനെ ഒരു ചാർജ് ഒരു ക്ലോസ്ഡ് സർഫസിന്റെ അകത്തുണ്ടെങ്കിൽ അവിടെ ഗോഷ്യൻ സർഫസ്, ഗോഷ്യൻ ലോ പറയുന്നത് എന്താണ്, ഗോസസ് ലോ പറയുന്നത് എന്താണ്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ആ കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജുകളുടെ പൊസിഷൻ Q1ന്റെയും Q2ന്റെയും ഒക്കെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? ടോട്ടൽ ചാർജ് അവിടെ കോൺസ്റ്റന്റ് അല്ലേ? ടോട്ടൽ ചാർജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫൈക്ക് മാറ്റം വരുമോ? Phi will remain as 1/ε0 into Q. അതിന് മാറ്റം വരില്ല. സോ ഇതിൽ നമുക്ക് എന്ത് കണ്ടെത്താം? എന്താണ്, ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഓപ്ഷൻ ഡി, ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതായത് ഫ്ലക്സ് അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ്. അപ്പൊ ചാർജിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ക്വാണ്ടൈസേഷൻ. നമ്മൾ പഠിച്ചല്ലേ, ചാർജിന് 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് ചാർജസ് ആർ കൺസേർവ്ഡ്, അല്ലെങ്കിൽ ചാർജസ് അഡിറ്റീവ് ഇൻ നേച്ചർ, അല്ലെങ്കിൽ ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ദ ചാർജ് വിച്ച് ഇസ് എ ഫ്രാക്ഷൻ ഓഫ് ചാർജ് on an electron is not possible. Option B, a charge cannot be destroyed. Option C, charge exists on particles. Option D, there exists a minimum permissible charge on a particle. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം Q is equal to plus or minus NE ആണ്. Q is equal to plus or minus NE. That means ചാർജ് എന്ന് പറയുന്നത് ഇയുടെ അല്ലെങ്കിൽ എലമെന്ററി ചാർജിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ചാർജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ N എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ് 1, 2, 3, 4 എക്സെട്ര. അപ്പൊ ക്യൂവിന് എങ്ങനെയൊക്കെയാണ് വാല്യൂസ് വരിക? ഒന്നുകിൽ 1E വരാം, അല്ലെങ്കിൽ 2E വരാം, അല്ലെങ്കിൽ 3E വരാം, എക്സെട്ര എക്സെട്ര. അതായത് ചാർജ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫ്രാക്ഷൻ വാല്യൂ സെറ്റ് ചെയ്യത്തില്ല. നമ്മളൊരു ലിഫ്റ്റിന്റെ എക്സാമ്പിൾ ഒക്കെ എടുത്ത് പറഞ്ഞില്ലേ, ലിഫ്റ്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് കയറുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോർ എന്ന് പറഞ്ഞാലേ അടിക്കുന്നത്. ഒരിക്കലും 1.2 ഫ്ലോർ ഉണ്ടോ, അല്ലെങ്കിൽ 1.3 ഫ്ലോർ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. അതുപോലെയാണ് ചാർജും. ചാർജ് എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. 1E, 2E, 3E, 4E എക്സെട്ര. വേർ ഇയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. 1.6 × 10⁻⁻19 കൂളംബ് ആണ്. അപ്പോ നമുക്ക് എന്ത് പറയാം? ചാർജ് ഒരിക്കലും തന്നെ എന്താണ്, ഫ്രാക്ഷൻ വാല്യൂസ് വരില്ല. ചാർജ് എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആയിട്ട് ഇന്റീജർ വാല്യൂസേ വരുള്ളൂ. ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, ബട്ട് ഇറ്റ് കനോട്ട് ബി ഫ്രാക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ചാർജ് വിച്ച് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ ഈസ് നോട്ട് പോസിബിൾ. ഒരു ഫ്രാക്ഷൻ വാല്യൂ നമുക്ക് പോസിബിൾ അല്ല. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അതാണ് ക്വാണ്ടൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. The net electric force on the dipole is dash. അപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? എല്ലായിടത്തും ഒരുപോലെയാണ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഡൈപോളിന്റെ ലെങ്ത് 2a ആണെന്ന് വെക്കുക. 2a ആണെന്ന് വെക്കുക. ഈ ഡൈപോള് ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണെന്ന് വെക്കുക. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഒരു എന്താ പറയാ, ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ നെഗറ്റീവും മുകളിൽ പോസിറ്റീവും. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണല്ലോ ഒരു ഡൈപോളിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഇങ്ങോട്ടാണുള്ളത്. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് അല്ലേ. therefore ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ചാർജ് അല്ലേ, EQ അല്ലേ.
അപ്പൊ ഈ രണ്ട് ചാർജുകൾക്കും ഡയപോളിന്റെ രണ്ടറ്റത്തുമുള്ള ചാർജുകൾക്കും ഒരു ഫോഴ്സ് നേരിടുന്നുണ്ട്. കാരണം ഈ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടൊരു ഫോഴ്സ് കാണും, അത് -QE ആയിരിക്കും, അത് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് പോകും. ഇങ്ങോട്ടും ഒരു ഫോഴ്സ് കാണും, അത് +QE എന്നായിരിക്കും ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +QE -QE അതെന്ത് വരും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ഡൈപോള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടവും ഫീൽഡ് സെയിം ആണ്. ഇവിടെ ആണെങ്കിലും അത് E ആണ്, ഇപ്പുറത്താണെങ്കിലും E ആണ്. therefore ഇങ്ങോട്ടൊരു ഫോഴ്സ് QE കാണുമെങ്കിൽ അങ്ങോട്ടൊരു ഫോഴ്സ് -QE കാണും. രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്തു പോകും. therefore the total force on a dipole in a uniform electric field is always 0. അപ്പൊ നമുക്ക് ഓപ്ഷൻ A കറക്റ്റ് ആക്കി എഴുതാം, is always 0. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ മിനിമം ചാർജ് ഓൺ എ പാർട്ടിക്കിൾ? ഒരു പാർട്ടിക്കിളിലുള്ള മിനിമം ചാർജ് എന്താണ്? 1 കൂളം, 1.6 × 10⁻19 കൂളം, 3.2 × 10⁻19 കൂളം, -19 കൂളം, and 6.6 × 10⁻19 കൂളം. ഇതിൽ ഏതാണ് കറക്റ്റ്? വാട്ട് ഈസ് ദ മിനിമം ചാർജ്? ഒരു പാർട്ടിക്കിളിന്റെ മിനിമം ചാർജ് എത്ര ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്? Q = NE ആണ്. അപ്പൊ Nന് 1 വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മിനിമം ചാർജ് ആണ്. ദാറ്റ് മീൻസ് Q = E. അപ്പൊ ഇയുടെ വാല്യൂ എത്രയാണ്? 1.6 × 10⁻19 കൂളംബാണ്. therefore we can say option B is the right answer. ഓപ്ഷൻ B ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ദ കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കണ്ടൻസർ എന്ന് വെച്ചാൽ കപ്പാസിറ്റർ തന്നെ ഇസ് ഡിപെൻഡന്റ് ആണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കപ്പാസിറ്റർ ഇസ് എ ചാർജ് സ്റ്റോറിംഗ് ഡിവൈസ് അല്ലെ. അപ്പൊ അതിന്റെ ആ കഴിവ് എത്രത്തോളം എന്ന് കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ് അതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നതും കപ്പാസിറ്റൻസ് C ആണ്. C ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A, ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ വരിക. ഈ കപ്പാസിറ്ററിന്റെ ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ D എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ അവർ പറയുന്നത് D ഡിപ്പെൻഡ് ചെയ്യുമോ? അല്ലെങ്കിൽ ഓപ്ഷൻ ബി, ദ മെറ്റൽ ബി ഈസ് യൂസ് ഫോർ ദ കൺസ്ട്രക്ഷൻ. അതായത് ഈ പാരലൽ പ്ലേറ്റ്സ്, മെറ്റൽ പ്ലേറ്റ്സ് അവിടെ ഏത് മെറ്റലാണ് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? അതല്ലെങ്കിൽ ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്, പ്ലേറ്റിന് എത്ര കട്ടിയുണ്ട് എന്നുള്ളത് അവര് ഡിപ്പെൻഡ് ചെയ്യുമോ? അതല്ലെങ്കിൽ ദ പൊട്ടൻഷ്യൽ അപ്ലൈഡ് അക്രോസ് ദ പ്ലേറ്റ്സ്, അതായത് നമ്മൾ ഈ കപ്പാസിറ്ററിലേക്ക് ഒരു പൊട്ടൻഷ്യൽ കൊടുത്താൽ ആ പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് കപ്പാസിറ്റൻസ് പഠിച്ചായിരുന്നു. കപ്പാസിറ്റൻസ് ശരിയാണ് Q/V ഒക്കെ ആണെങ്കിലും ഓക്കെ, കപ്പാസിറ്റൻസിന് മറ്റൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചു. ε0A/d എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ ഏത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റുകളുടെയും ഏരിയ ആണ്. ഓക്കെ, D എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ഓപ്ഷനിൽ ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? ദ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അല്ലേ? യെസ്. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സെപ്പറേഷൻ കുറയ്ക്കുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. കാരണം അവർ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള അടുപ്പം കുറച്ചാല് അത്രയേറെ കപ്പാസിറ്റൻസ് കൂടുതലായി കിട്ടും. അപ്പൊ നമുക്ക് ഷുവർ ആയിട്ട് പറയാം കപ്പാസിറ്റൻസ് ഇവിടെ ആശ്രയിക്കുന്നത് കൂടുതലും സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിനെയാണ്. പ്ലേറ്റിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ നമുക്കത് എക്സാക്ട് പറയാൻ പറ്റില്ല. കാരണം പ്ലേറ്റിന്റെ ഏരിയ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ പ്ലേറ്റിന്റെ ഷേപ്പിനെയൊക്കെ പല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഇവിടെ കിടക്കുമ്പോൾ നമുക്ക് അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. ദ സെപ്പറേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഈസ് പൊട്ടൻഷ്യൽ വിത്തിൻ ആൻഡ് ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ? ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു കണ്ടക്ടറിന്റെ അകത്ത് പൊട്ടൻഷ്യൽ എന്താണ് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് അല്ലെ പൊട്ടൻഷ്യൽ വിത്തിൻ. ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, സീറോ ആൻഡ് കോൺസ്റ്റന്റ്. ഏതാണ്? യെസ്, 0 ആണ് അല്ലെ? ആണോ? അല്ല, ഒരിക്കലും അല്ല. എന്താണ് ആൻസർ? കോൺസ്റ്റന്റ് ആണ്. പൊട്ടൻഷ്യൽ ഇൻസൈഡ് കണ്ടക്ടർ ഈസ് കോൺസ്റ്റന്റ്. നമ്മൾ പഠിച്ചതാണ്. ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിനകത്ത് ചാർജ് 0 ആയിരിക്കും. കാരണം ചാർജ് എല്ലാം റിസൈഡ് ചെയ്യുന്നത് അതിന്റെ സർഫസിലാണ്. അവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇങ്ങനെ പോവുക. അതിന്റെ പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ/ε0 എന്നുള്ള ഒരു വാല്യൂ ആണ്. അതിന്റെ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് അതുകൊണ്ട് എപ്പോഴും 0 ആയിരിക്കും, ബിക്കോസ് ഇൻസൈഡ് ദ സ്പിയർ. അപ്പൊ അവിടെ ഗോസസ് ലോ ഒക്കെ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ?
ആൻഡ് പൊട്ടൻഷ്യൽ ഈ സർഫസിൽ എന്താണോ പൊട്ടൻഷ്യൽ അത് തന്നെയായിരിക്കും ഇവിടെ എല്ലാം പൊട്ടൻഷ്യൽ V തന്നെ ആയിരിക്കും. സോ ഇതാണ് അതിന്റെ ആൻസർ, ഓപ്ഷൻ ഡി വരുന്നത്. അതിന്റെ ആൻസർ ഇതാണ്. ഓക്കെ, സോ അതിന്റെ ആൻസേഴ്സ് ഫൈനലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻസ് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാം, അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. അപ്പോൾ സിൽക്ക് റോഡിന്റെയും ക്ലാസ്സിന്റെ കേസിൽ ഓപ്ഷൻസ് രണ്ടെണ്ണവും നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാം. ഒന്ന് ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നുണ്ട്, അതേസമയം പ്രോട്ടോൺ ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കറക്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു.